ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാമോസ് വീഡിയോ. അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീട്ടിലോട്ട് പോയാലോ. നമ്മൾ എടപ്പള്ളിയിൽ ഈ പ്രസിദ്ധമാക്കപ്പെട്ട പള്ളി അറിയാലോ, ഒട്ടുമിക്ക പേർക്കും അറിയാം കേട്ടോ. എടപ്പള്ളി പള്ളി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഒരു വേറെ പേരുണ്ട്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തായാലും അറിയാവുന്നവർ. അപ്പോൾ ഈ പ്രസിദ്ധമായ പള്ളിയിൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഉള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പകലായതുകൊണ്ട് ലൈറ്റ് ഇട്ട ഭംഗി നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ സ്റ്റാർ, എത്ര 8 കാലുകളോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അതിൻ്റെ ആ സ്റ്റാർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ക്രെയിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടാണ്, ഭയങ്കര ഹൈറ്റില്ല. അപ്പോൾ കണ്ട ക്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരൊറ്റ സംഭവത്തിന് വേണ്ടി ലൈറ്റ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച ഒരു വലിയൊരു വാഹനം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ സ്റ്റാറിൻ്റെ ആ വലുപ്പവും അതിൻ്റെ ഒരു ഇത് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ കാണിക്കുമ്പോൾ തോന്നാത്തത് നോക്കണ്ട, ഭയങ്കര ഹൈറ്റ്. ഓരോ ലീഫിൻ്റെ ഭാഗത്തും ഭയങ്കര വലുപ്പം. ഒരുപാട് ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് കേട്ടോ ഈ സ്റ്റാർ മിന്നിത്തിളങ്ങാൻ പോണത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര രസമല്ലേ. പിന്നെ ഈ റോഡ് മുതൽ ഈ പള്ളി വരെ ഒരുപാട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. രാത്രി നല്ല ഭംഗിയായിരിക്കും. രാത്രി വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ലൈറ്റ് ഓവറായിട്ട് ഇത് കണ്ടിട്ട് കാണാൻ അത്ര അങ്ങോട്ട് ക്യാമറയിലേക്ക് അടിക്കുമ്പോൾ വലിയ സുഖം തോന്നുന്നില്ല. അപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി നമ്മൾക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. ഓരോ കാലിൻ്റെ അവിടെ ഒരു സ്റ്റാർ ഉണ്ട് കേട്ടോ, കണ്ട. പിന്നെ ഇങ്ങനെ കമാനാകൃതിയിൽ ഇങ്ങനെ ലൈറ്റ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികൾക്ക് മേലെയും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ട. ഈ സുന്ദരമായൊരു പൂ കണ്ടപ്പെടുത്തു എന്നുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ ഇതിന് മുമ്പ് ഈ പള്ളിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം രോഗശാന്തിക്ക് ആണ്. അറ്റത്ത് കണ്ടില്ല ആ കിണർ. അങ്ങനെയാണ് വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ. മുസ്ലിംസിനാണെങ്കിൽ സംസം, അല്ലെങ്കിൽ ഹിന്ദുസിനാണെങ്കിൽ പമ്പ നദി, പുണ്യനദി, ഗംഗാജലം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കുണ്ട് ഓരോ വിശ്വാസങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പള്ളിയെ സംബന്ധിച്ച് ഇത് ഫസ്റ്റ് ഓൾഡ് പള്ളിയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പുതിയതായിട്ട് ഇതിനേക്കാൾ ഡബിൾ വലുപ്പത്തിൽ വേറൊരു പള്ളിയുണ്ട്. ഇത് പഴയ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ചുമരിലും റൂഫിലൊക്കെ കണ്ടോ, ഫുൾ മരം കൊണ്ട് നല്ല ഭംഗിയിലാണ് ആൾക്കാരെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൊത്തുപണികളുണ്ട്. ഇത്രയും വർഷം മുമ്പത്തെ പഴക്കമുള്ള ഈ പള്ളിയിൽ ഇത്രയും സെറ്റിങ്സ് ഉണ്ടാകുമ്പോൾ ആ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ പണിക്കാരുടെ അന്നത്തെ ഒരു കരവിരുത് നിസ്സാരമല്ല അല്ലേ. നല്ല ഭംഗിയുണ്ട്. ലൈറ്റ്സും എല്ലാം കൂടിയായിട്ട് നല്ല രസമുണ്ട് അത് കാണാം. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഉണ്ണീശ്വരാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിയിരുന്ന് എന്താ പറയുക, അവിടെ വന്ന് ഓരോരുത്തർ പകലായാലും ഓരോരുത്തർ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും, ഒരു മനസ്സിന് ശാന്തി തരുന്ന ഒരു സ്ഥലം അല്ലേ. നമ്മൾ സ്വസ്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ വളരെ സൈലൻ്റായി നമ്മളുടെ ചിലർ വിഷമങ്ങളായിരിക്കും പറയുക, ചിലർ സന്തോഷം പങ്കിടാനായിരിക്കും. അത് ഓരോരുത്തർക്കും ഒരേ രീതിയിലായിരിക്കും. പക്ഷേ അതിനിടയിൽ ഇങ്ങനത്തെ കാഴ്ചകളും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ മാലാഖമാരും എല്ലാം ഉണ്ട്. എല്ലാവരും ചുമരിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമാട്ടോ കാണാൻ. ഈ കാഴ്ചകളിലൂടെ പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് മെട്രോയും പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട റോഡിൻ്റെ അറ്റത്ത് കണ്ട അവിടെ മുതൽ ഇങ്ങനെ ഒരുപാട് പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പുതിയ പള്ളിയിലേക്കുള്ള വഴിയാട്ടോ ഇത്. ഇതാണ് പുതിയ പള്ളി. അവിടെ വലിയ സ്റ്റാച്യു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. ഈ 2 സൈഡിലൂടെ ഇൻ ആൻഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഇപ്പം നമ്മൾ കണ്ടുവന്ന പഴയ പള്ളി. ഇത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പുതിയ പള്ളിയാണ്. അപ്പോൾ അവിടേക്ക് കയറി പോകാൻ കുറച്ചതുണ്ട്. ഒരു മെട്രോ, ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ, പുതിയ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ മതിലും ചെടികളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സെറ്റ് ചെയ്ത്. ഇവിടെ നിറച്ച് നല്ല റെഡ് കളറിൽ ചെത്തിയാണ് വെച്ചിരിക്കുന്നത്. തെച്ചി ചെത്തി എന്നൊക്കെ പറയുന്നത്. ഡാർക്ക് റെഡ്. അത് ഒരു വല്ലാത്ത ഭംഗി. മുകൾ ഭാഗം ഫുള്ള് ഇതായപ്പോൾ. പിന്നെ ഇവിടെ
അലങ്കാരത്തിനായി പന സെറ്റ് ചെയ്തിട്ടുണ്ട്. പന കുലച്ച് കായും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് പുതിയ പള്ളിയുടെ ഫ്രണ്ട്. കണ്ടോ, ഫുള്ള് ഫ്രണ്ട് നമുക്കിതുപോലെ കാണാം. ആ റൈറ്റ് സൈഡിൽ പഴയ പള്ളി കണ്ടോ. ഇതുപോലെയാണ് ചെടികൾ വെച്ച് ഫ്രണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചെടികളുടെ പള്ളി ഇത്തിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ടേ സെമിത്തേരി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പള്ളിയുടെ ഫ്രണ്ടിലും ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റിനുള്ള ഇതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വഴിയെ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾക്ക് ഇത് കാണാം. കണ്ടോ, രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്റ്റാച്ചുകളുണ്ട്. അപ്പോൾ ഇവിടെ വേ ഇന്നും വേ ഔട്ട് കണ്ട സെമിത്തേരിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ പള്ളിയുടെ രണ്ട് സൈഡിൽ കൂടെ ഇതേപോലെ കയറിപ്പോകാനും അപ്പുറത്തെ സൈഡിൽ കൂടെ നേരത്തെ അമ്മ കണ്ടില്ലൊരു വേ, അതിലൂടെ ഇറങ്ങാനുമാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോകാൻ രണ്ട് കൈവരികളും നല്ല ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേ കയറിപ്പോണതിൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞില്ലേ, പള്ളി ഇത്തിരി ഹൈറ്റിലാണെങ്കിലും അതിൻ്റെ താഴെ ഭാഗം കണ്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് വൃത്തിയാണല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. എല്ലാത്തിലും പൂക്കളും വിളക്കുകളും ഫോട്ടോസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട്. ഒരു ചില കെട്ടിടങ്ങളുടെ ഒക്കെ അടിയിൽ കാർ പാർക്കിംഗ് ഏരിയ പോലെയാണ്. മഴ വെയിലും കൊള്ളാണ്ട് കിടക്കുന്നവരും ഉണ്ടല്ലേ അതിൽ, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇതൊക്കെ നല്ല ഭംഗിയിൽ ഉള്ള സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് ഈ പള്ളി. അങ്ങനെ നമ്മളടുത്തൊന്നും ഇതുപോലെ ഒരു ഇത്രയും ഭംഗിയിലൊരു പള്ളി സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അലങ്കാരമുല്ല പല കളേഴ്സിൽ ഇവിടെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഇതുപോലെയുണ്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കണമൊക്കെ. ഇത് പണിതവരെ സമ്മതിക്കണം അല്ലേ. കാരണം ഇത് ഈ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഇത്രയും ഡിസൈൻ ചെയ്യണമെങ്കിൽ അവരെടുത്ത ഒരു റിസ്ക് എത്രത്തോളമായിരിക്കും. ഭയങ്കര റിസ്ക് തന്നെ. കണ്ടോ, ഇവിടെ നേരെ ഫ്രണ്ടിലാണ് നമ്മളെ മെട്രോ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നേരത്തെ കണ്ട ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ റൂഫും കാര്യങ്ങളും സെറ്റിങ്സും ആണ് കേട്ടോ ഈ കാണുന്നത്. കുറേ പേരൊക്കെ വന്ന് പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി മാറി നിന്നു. പക്ഷേ ഇവിടെയും ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷം അല്ലേ. സ്വതവേ പ്രെയർ ഹാള് എല്ലാതും പള്ളിയായാലും അമ്പലമായാലും എല്ലായാലും വളരെ ശാന്തമായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രത്യേകത ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഒരനക്കം ആളനക്കം പോലും ഇല്ലാത്ത അത്രക്ക് സൈലൻ്റ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടതും സൈലൻ്റ് തന്നെയാണ് വേണ്ടത് നമുക്ക്. ആ ഒരു അന്തരീക്ഷം ഇവിടെ കിട്ടും. ഇവിടെ ഇതിനെ കോഴിവെട്ട് പള്ളി എന്നും പറയും. ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം വർഷത്തിൽ ഒരിക്കൽ ഇവിടെ കോഴിയെ ഇതാക്കിയിട്ട് നേർച്ചയാണ്. ഞാൻ പറഞ്ഞ ലൈറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൽ, നമ്മൾ താഴെ നിന്ന് ഫ്രണ്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ലൈറ്റ് കണ്ടായിരുന്നില്ലേ, അത് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, രാത്രി ഇത് മൊത്തത്തിൽ അടിപൊളിയായിരിക്കും കേട്ടോ രാത്രി കാണാൻ. ഇവിടെ ആകെ ചെടി വെച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അത് പൂക്കളുള്ള ചെടികളായതുകൊണ്ടുണ്ടല്ലോ കാണാൻ നല്ല രസമാണ്. ഇവിടെ അടിയിൽ ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മെട്രോൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കടന്നു പോകും മെട്രോ. അപ്പോൾ കണ്ട ഒരു ലൈറ്റ് വന്നിരിക്കുന്ന കണ്ട. പിന്നെ നോക്കിയേ ഡിസൈൻ ചെയ്തിരിക്കണ നോക്കിയേ. അതിങ്ങനെ ഒരു ഷീറ്റ്, അതായത് ഒരു കടലാസ് ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൽ എന്തൊക്കെയോ വരച്ചാൽ ചുരുട്ടി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ച പോലെ. അതേപോലെ തന്നെ ഇത് കണ്ട റൗണ്ടിൽ ഉണ്ടാക്കിയിട്ട് അതുമ്മൽ കൊത്തുപണി ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും ഇട്ടിട്ട് കോണിയോ വെച്ച് കയറി നിന്ന് എത്ര കഷ്ടപ്പെട്ടിട്ട് വേണമെന്നറിയോ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. കൊത്തുപണിക്കാർ അതിൻ്റെ മൈൻഡുകാരെ സമ്മതിക്കണം. അതായത് ട്രെയിൻ പോകുന്നുണ്ട്, മെട്രോ പോകുന്നുണ്ട്. ഇപ്പം തന്നെ സൗണ്ട് കേട്ടു. അപ്പം എനിക്ക് തോന്നി
കടന്നു പോകുന്നു. ഇതേ കടന്നു പോകണമെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണാം. നല്ലൊരു ലൈറ്റ്, 8 തലകളോട് കൂടിയുള്ള ഒരു കുരിശും ലൈറ്റും പഴയ ഒരു കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലൈറ്റും സെറ്റിങ്സും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതെ ട്രെയിൻ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോഴിയെ വെട്ടിയിട്ട് ഒരു നേർച്ചയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഒരു ഭയങ്കര ആഘോഷമായിട്ട് ഇവിടെ പരിപാടി എടുത്തും ഓരോരുത്തർ ഇവിടെ നിന്ന് വാങ്ങിയിട്ടായാലും പുറത്തുനിന്നായിട്ട് പാത്രങ്ങളൊക്കെ ഉരുളികളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കോഴിയെ വെട്ടി കറി വെച്ചു, അതവിടെ നിന്ന് കഴിച്ചു, അതിന് സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് ആഹ്ലാദപരമായി ഉത്സവം ആഘോഷിച്ച് പോകുന്ന ഒരു പരിപാടി കൂടി ഇവിടെ ഉണ്ട്, ഒരു ഉത്സവം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഉത്സവത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.